ശരിക്കും എന്നെ സിനിമയിൽ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന സതീഷ് എന്ന് പറയും. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ഗിറ്റാറിസ്റ്റായിരുന്നു സതീഷ് ഞങ്ങളെല്ലാം കൂടി ഒരു ഗാനമേളയും മിമിക്സ് ആയിട്ട് 89 ഗൾഫിൽ പോയിരുന്നു, ദുബൈ പോയപ്പോൾ ഞങ്ങൾ സതീഷിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളൊന്നിച്ചാണ് പോയിരുന്നു. അതുപോലെ വണ്ടിയിലും മറ്റിങ്ങനെ യാത്രയിലെ വേളകളൊക്കെ നമ്മൾ ഒരേ തമാശകളും അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയുടെ പാട്ടുകളൊക്കെ പഴയ സിനിമകളിലെ പാട്ടുകൾ ഇട്ടിട്ട് അതിന് നമ്മൾ ലിപ്പ് കൊടുക്കും. ഞങ്ങൾ ചുമ്മാ അന്ന് എൻ്റെ കൂടെ ഡയറക്ടർ റാഫി ഞങ്ങൾ കൂടി അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്ന് കാണിക്കും, ഓരോരുത്തർ ഒരു 4 ലൈൻ ഞാൻ ലിപ്പ് കൊടുക്കും, 4 ലൈൻ വേറെ ആൾ കൊടുക്കും. അപ്പോൾ സതീഷ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, അനീഫക്ക് സിനിമയിൽ ഞാൻ പറഞ്ഞു എൻ്റെ വഴിയൊന്നും നമുക്കറിയില്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ ഒരു 92 സതീഷ് എനിക്കൊരു വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അളിയനൊരു സിനിമ എടുക്കുന്നുണ്ട്, ചെപ്പ് കിളിക്കണ ചങ്ങാതി, ഹനീഫെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർക്കിഡ് ഹോട്ടലിൽ പോയി എന്നെ ഡയറക്ടർ കലാധരനെ പരിചയപ്പെടുത്തി. സതീഷ് പറഞ്ഞ് നല്ല ആർട്ടിസ്റ്റാണ് പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, നമുക്കൊരു ഐഡിയ. അതിനകത്തൊരു പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് അഭിനയിച്ചത്. സതീഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, സതീഷ് മരിച്ചുപോയി. അപ്പോൾ സതീഷാണ് അങ്ങനൊരു എന്താ പറയുക, നമുക്ക് സിനിമയിലേക്കുള്ളൊരു വഴി ഇതെങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ തന്നെ കയറ്റി വിട്ടത് സതീഷാണ്. പിന്നീട് അങ്ങോട്ട് ഒരു സിനിമയിൽ തല കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ള മോഹം വന്നപ്പോൾ പിന്നീട് നമ്മൾ ശ്രമിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന്. സതീഷ് ആദ്യമേ ആ ഒരു ബന്ധം വെച്ചിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ ഓരോ അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നടന്നു. എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു കലച്ചേട്ടൻ ചെയ്ത്. കലച്ചേട്ടൻ ഞാനത് പോലീസ് കോൺസ്റ്റബിൾ വേഷം, എനിക്ക് ആദ്യത്തെ കോമ്പിനേഷൻ മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, KP ലളിത ചേച്ചി വന്നിട്ട് 2 പോലീസ് കോൺസ്റ്റബിൾമാരാണ്. ഒരു ജോർജ് എന്ന് പറഞ്ഞ ആളാണ് അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചത്. ഞങ്ങളെൻ്റെ കൂടെ ജീപ്പിൽ വന്നിറങ്ങിയിട്ട് പറയും, പ്രായപൂർത്തിയ ഒരു തള്ളയെ നട റോഡിൽ ഇറക്കി വിട്ടിട്ടാണോ കയറി അകത്തിരിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി വേടാ എന്ന് പറയണേ. അങ്ങനെ ഒരു ഫസ്റ്റ് ഡയലോഗ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പകച്ചിലൊന്നുമില്ല, കാരണം ഈ അവസരങ്ങൾ സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ നമ്മുടെ ഉള്ളിലിങ്ങനെ വേരൂന്നി നിൽക്കുമ്പോൾ, അതിങ്ങനെ വളരെ പ്രഷറിൽ നിൽക്കുമ്പോൾ ഒരവസരം കിട്ടുമ്പോൾ അങ്ങോട്ട് അഭിനയിക്കുക, അല്ലാണ്ട് അത് തെറ്റിപ്പോണ്ട് അങ്ങനത്തെ ഒന്നും തലയിലില്ലായിരുന്നു. അങ്ങോട്ട് പറഞ്ഞു, പക്ഷേ നമ്മളാ ആ ഡയലോഗിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ഇതാണ് എൻ്റെ സിറ്റുവേഷൻസ് അപ്പോൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കഥയിൽ ഈ സീനിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കലച്ചേട്ടൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ക്യാമറ സാലു ജോർജ് ആയിരുന്നു. പിന്നെ ഇത്രയും നല്ല കുറേ നടന്മാരുടെ ഒരു കോമ്പിനേഷനിൽ ആദ്യമായിട്ടൊരു സീൻ കിട്ടി. ആദ്യമായിട്ടൊരു സോങ്ങിൽ ഞാൻ വരുന്നത് മലപ്പുറം ഹാജി മഹാനായ ജോജിയിൽ ഇതുപോലെ മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടനൊക്കെ, ജഗതി ശ്രീമറേട്ടൻ, നമ്മുടെ ജഗതി ശ്രീമറിനെ കൂടെ ആ പാട്ട്, മാമാങ്കം കൊള്ളും തിരുനാവാ തീരം തോറും മാനം മുട്ട കെട്ടിപ്പൊക്ക, അങ്ങനൊരു പാട്ടാണ്. ഒരു സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന അതായിരുന്നു ഫസ്റ്റ്. ഒരു 2 ലൈൻ പാടാൻ പറ്റി, വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ പാട്ട് പിന്നീട് ഒരു ചെറിയ പാട്ടുകളിലൊക്കെ ഇങ്ങനെ പാടി വന്നിട്ടുണ്ട്, അത്രയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു നായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നായികയായിട്ടുള്ള ഇത് വന്നില്ല. പിന്നെ സീരിയലിൽ വന്നിട്ടുണ്ട്. മുകേഷേട്ടൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങി എനിക്ക് തോന്നണേ ആദ്യകാലങ്ങളിൽ എൻ്റെ തുടക്കം മുകേഷേട്ടൻ്റെ കൂടെ ആയത് എനിക്ക് ഗുണം ചെയ്തു. കാരണം മുകേഷേട്ടനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടിങ്ങാണ്, വളരെ, അതായത് ആരാണെന്നുള്ളതല്ല, എന്തെങ്കിലും കയ്യിലുള്ള ഒരാളാണെങ്കിലും മുകേഷേട്ടൻ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ തുടക്കം തന്നെ മുകേഷ് ഏട്ടൻ്റെ കൂടെ ആയത് കൊണ്ടാവാം നമുക്കൊരു ധൈര്യമുണ്ടായിരുന്നു. മുകേഷ് ഏട്ടൻ അങ്ങനെ ഇതുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതും കൂടി ചെയ്യുന്നൊക്കെ ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചെയ്യും, നമുക്കൊരു അന്യതാബോധം ഒരിക്കലും ഫീൽ ചെയ്തില്ല. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യം തന്നെ ദിലീപിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച പടം വളരെ 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 മുമ്പാണ്. പക്ഷേ ദിലീപിൻ്റെ ഒരു പോപ്പുലാരിറ്റി ആയിട്ട് ശേഷം ദിലീപിൻ്റെ അഭിനയിച്ച പടം പറക്കും തളിയിൽ എനിക്കൊരു ഭയങ്കര ബ്രേക്ക് കിട്ടിയ ഒരു സിനിമ. അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പറക്കും തളിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അന്നത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കപ്പ് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ അകത്തൊരു വല്ലാത്തൊരു സീനാണ്. ആ മേക്കപ്പ്, അതിൻ്റെ വസ്ത്രധാരണ രീതികൾ വരെയും ദിലീപ് കൂടി ചേർന്നിട്ടായിരുന്നു അന്ന് എന്നെ അങ്ങനെ ഒരുക്കിയെടുത്തത്. സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് മീശയൊക്കെ വെച്ച് ഞാനിങ്ങനെ കണ്ണടയിലേക്ക് എനിക്ക്
എനിക്ക് ചിരി, കാരണം എനിക്ക് വേറൊരു ആളെപ്പോലെ എൻ്റെ അങ്ങനൊരു മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഒരു വല്ലാത്ത എന്താ നമ്മളൊരു പേടി പോലെയൊക്കെ തോന്നിപ്പോയിരിക്കും. പക്ഷേ അത് സീൻ ഷൂട്ട് ചെയ്തപ്പോഴൊന്നും ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് ഇത്രയും വലിയൊരു ഇത്, കാരണം ആ സിനിമ ഇറങ്ങിയിട്ട് ഏതാണ്ട് 13-14 വർഷമായി. ഒറ്റ സീനുള്ളൂ, പക്ഷേ ഇന്നും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്ന ചില അപൂർവ ചിത്രങ്ങളിലൊന്നാണ്. ഇന്ന് ആൾക്കാരെന്നെ പറയും, മണവാളനല്ലേ എന്നെ പടത്തില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ മീശയിൽ ഞാൻ താജ്മഹൽ പണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ആ സിനിമ അന്ന് ചെയ്യുമ്പോൾ അത്രയ്ക്കും ഇതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ഇതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു.